കോർപ്പറേറ്റ് ലോകത്ത് ഈ ചെലവ് ചുരുക്കൽ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു നെഞ്ചുടിപ്പല്ലേ? പക്ഷേ സത്യത്തില് ഇത് പേടിക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല. ശരിക്കും പറഞ്ഞാല് ഒരു കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യം വീണ്ടെടുക്കാനുള്ള വളരെ തന്ത്രപരമായ ഒരു നീക്കമാണിത്. നമുക്കിതിനെ ഒരു കോർപ്പറേറ്റ് ഫിറ്റ്നസ് പ്ലാൻ എന്ന് വിളിച്ചാലോ? അപ്പോ ഈ ഫിറ്റ്നസ് പ്ലാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ഓരോന്നായി നോക്കാം. അപ്പോ എങ്ങനെയാണ് ഒരു കമ്പനി സാമ്പത്തികമായി ഫിറ്റും ആരോഗ്യവുമുള്ളതായി മാറുന്നത്? ആയൊരു യാത്രയിലെ 5 പ്രധാന സ്റ്റെപ്പുകളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ബിസിനസിന്റെ ഉയർന്ന ചിലവുകൾ. എന്തുകൊണ്ടാണ് ഒരു കമ്പനിക്ക് പെട്ടെന്നൊരു സാമ്പത്തിക ഉണർത്തുവിളി അല്ലെങ്കിൽ ഒരു വേക്കപ്പ് കോൾ കിട്ടുന്നത്? നമുക്ക് നോക്കാം. ഈ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നു എന്നൊക്കെ കമ്പനികൾ പറയുമ്പോൾ ശരിക്കും എന്താണ് അവിടെ നടക്കുന്നത്? നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വാക്കാണതല്ലേ? ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. ഏതൊരു ഫിറ്റ്നസ് പ്ലാനും തുടങ്ങുന്നത് ഒരു ഹെൽത്ത് ചെക്കപ്പിൽ നിന്നാണല്ലോ. അതുപോലെ തന്നെയാണ് കമ്പനിയുടെ കാര്യവും. ആദ്യം തന്നെ അവർ നോക്കുന്നത് നമ്മുടെ പണമൊക്കെ എങ്ങോട്ടായി പോകുന്നത് എന്നാണ്. ഈ കാണുന്ന ചാർട്ട് കണ്ടില്ലേ? ശരിക്കും ഒരു ഡയറ്റീഷ്യൻ നമ്മുടെ ഭക്ഷണക്രമം നോക്കുന്ന പോലെ കമ്പനിയുടെ ചെലവുകളൊക്കെ ഇവിടെ കൃത്യമായി തരംതിരിച്ചിരിക്കുകയാണ്. അപ്പോ ഇതിന്റെ ശരിക്കുമുള്ള ലക്ഷ്യമെന്താ? വെറുതെ പൈസ കുറയ്ക്കുക എന്നതാണോ? അല്ല, അതുമാത്രമല്ല. കമ്പനിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും വരാതെ, ഒരു താളപ്പിഴയുമില്ലാതെ ഈ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇതൊരു പെട്ടെന്നുള്ള സർജറിയല്ല, മറിച്ച് ആരോഗ്യകരമായ ഒരു ജീവിതശൈലിയിലേക്ക് മാറുന്നതുപോലെയാണ്. ശരി, അപ്പൊ പ്രശ്നം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അതിനൊരു പരിഹാരം വേണ്ടേ? അതാണ് നമ്മുടെ രണ്ടാം ഭാഗം, ചെലവ് ചുരുക്കൽ പദ്ധതി തയ്യാറാക്കൽ. അല്ലെങ്കിൽ നമുക്ക് പറയാം, ആ ഫിറ്റ്നസ് ട്രെയിനിങ് ഷെഡ്യൂൾ ഉണ്ടാക്കൽ. ഒറ്റ ദിവസം കൊണ്ട് ആരും ഫിറ്റാവില്ലല്ലോ അല്ലേ? അതുപോലെ തന്നെയാണ് ചെലവ് ചുരുക്കലും. ഇത് പടിപടിയായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ടൈം ലൈനിലേക്കൊന്ന് നോക്കൂ. പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ, പിന്നെ കുറച്ചുകൂടി സമയമെടുത്ത് ചെയ്യുന്നവ, അവസാനം കമ്പനിയുടെ ഘടനയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുന്നത്. അങ്ങനെ പല ഘടകങ്ങളുണ്ട്. ഈ പ്ലാനിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് വെറുതെ കാർഡടിച്ച് വെടിവെക്കുന്ന പോലെയല്ല. വളരെ കൃത്യമാണ്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഇന്നതാണ് ടാർഗറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, അത് ചെയ്തു തീർക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു റോളുണ്ട്, ഒരു ഉത്തരവാദിത്വവും ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്ലാൻ ഒക്കെ റെഡി. ഇനി എന്ത് ചെയ്യണം? പണിയെടുക്കണം അല്ലേ? അതാണ് നമ്മുടെ മൂന്നാം ഭാഗം, പദ്ധതിയുടെ നടത്തിപ്പ്. ശരിക്കുള്ള വർക്കൗട്ട് തുടങ്ങുന്നത് ഇവിടെയാണ്. അപ്പോൾ കമ്പനിയുടെ വർക്കൗട്ടിൽ എന്തൊക്കെ എക്സസൈസുകളാണ് ഉള്ളതെന്ന് നോക്കാം. സപ്ലയേഴ്സുമായി വിലപേശി വില കുറയ്ക്കുന്നത് മുതൽ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് ജോലികൾ എളുപ്പമാക്കുന്നതുവരെ പല കാര്യങ്ങളുമുണ്ട്. ഇതൊക്കെയാണ് കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായി വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ ബാർ ചാർട്ട് നോക്കിയാൽ ഇതൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ പോലെയാണ്. ഓരോ തരം ചെലവുകളും, അതായത് സ്ഥിരമായ ചെലവുകൾ, മാറിക്കൊണ്ടിരിക്കുന്ന ചെലവുകൾ, ഇതൊക്കെ എത്രത്തോളം കുറയ്ക്കാനാണ് കമ്പനി പ്ലാൻ ചെയ്യുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ശരി, ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഏറ്റവും നിർണായകമായ ഒരു ഭാഗത്തേക്കാണ് കടക്കുന്നത്. നാലാം ഭാഗം, വെല്ലുവിളികളും ജീവനക്കാരും. നമ്മൾ ജിമ്മിൽ പോയി ഭയങ്കരമായി വർക്കൗട്ട് ചെയ്യുമ്പോൾ പരിക്ക് പറ്റാതെ നോക്കണമല്ലോ. അതുപോലെ ഈ വലിയ മാറ്റങ്ങൾക്കിടയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. കാരണം ഇതൊരിക്കലും ഒരു പൂമെത്തയിലൂടെയുള്ള യാത്രയല്ല. ജീവനക്കാരുടെ ആത്മവിശ്വാസം കുറയാം, ചിലപ്പോൾ മിടുക്കരായ ആളുകൾ കമ്പനി വിട്ടു പോയേക്കാം, അങ്ങനെ പല പരിക്കുകളും പറ്റാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു നല്ല പ്ലാൻ ഉണ്ടെങ്കിൽ ഇത്തരം റിസ്കുകളൊക്കെ മുൻകൂട്ടി കാണാനും അതിനുള്ള പ്രതിവിധികൾ കണ്ടെത്താനും പറ്റും. അപ്പോൾ ഈ റിസ്കുകളെയൊക്കെ എങ്ങനെ നേരിടാം? അതിനുള്ള ഏറ്റവും നല്ല മരുന്നാണ് വ്യക്തവും സത്യസന്ധവുമായ കമ്മ്യൂണിക്കേഷൻ. എല്ലാവരോടും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക. മാനേജ്മെന്റും ജീവനക്കാരും തമ്മിൽ ഒരു വിശ്വാസമുണ്ടാക്കിയെടുക്കാൻ ഇതൊരുപാട് സഹായിക്കും. ആരോട് എന്തു പറയണം, എങ്ങനെ പറയണമെന്നൊക്കെ കമ്പനി നേരത്തെ തന്നെ പ്ലാൻ ചെയ്യും. ജീവനക്കാരോട് കാര്യങ്ങൾ സുതാര്യമായി പറയുന്നു, നിക്ഷേപകർക്ക് സാമ്പത്തിക കാര്യങ്ങൾ വിശദീകരിക്കുന്നു, സപ്ലയേഴ്സുമായി നല്ല ബന്ധം തുടരാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഓരോ ഗ്രൂപ്പിന്റെയും ആശങ്കകൾ മനസ്സിലാക്കി അവരുമായി സംസാരിക്കുന്നു. അങ്ങനെ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. 5ാം ഭാഗം, സുസ്ഥിരമായ വിജയം ഉറപ്പാക്കൽ. ഈ ഫിറ്റ്നസ് പ്ലാൻ ഒക്കെ ചെയ്തിട്ട് വല്ല കാര്യവും ഉണ്ടായോ? ഇത് ശരിക്കും വിജയിച്ചോ? കമ്പനി അതെങ്ങനെയാണ് അളക്കുന്നത്? അതാണ് നമ്മുടെ അവസാന വിലയിരുത്തൽ. വിജയമെന്ന് പറയുന്നത് വെറുതെ ഒരു തോന്നലല്ല, അത് കൃത്യമായ കണക്കുകളാണ്. പ്രതിമാസ ചെലവുകൾ ശരിക്കും കുറഞ്ഞോ? ഓരോ ജീവനക്കാരനും കമ്പനിക്ക് വേണ്ടി എത്രത്തോളം മൂല്യമുണ്ടാക്കുന്നുണ്ട്? ലാഭം കൂടിയോ? ഇതുപോലുള്ള കാര്യങ്ങൾ വെച്ചാണ് അവർ പുരോഗതി അളക്കുന്നത്. അപ്പോ ഈ കഠിനാധ്വാനത്തിന്റെയൊക്കെ അവസാനം എന്താണ് കിട്ടുന്നത്?
പണം ഒരുപാട് കത്തിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് സ്ഥിരതയുള്ള ഒരു പണമൊഴുക്കിലേക്ക്, കാര്യക്ഷമതയില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് നല്ല ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസിയിലേക്ക്, കുറഞ്ഞ ലാഭത്തിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് മാർജിനിലേക്ക്. അതാണ് ഈ ഫിറ്റ്നസ് പ്ലാനിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തോടെ അവസാനിപ്പിക്കാം, അല്ലേ? ചെലവ് കുറയ്ക്കുക എന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ അത് കമ്പനിയുടെ ദീർഘകാല വളർച്ചയെയോ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെയോ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവരുടെ മനോവീര്യത്തെയോ തകർത്തുകൊണ്ടാണോ? യഥാർത്ഥ വിജയം എന്നത് വെറും കണക്കുകളിലാണോ അതോ ഈ കാര്യങ്ങൾ കൂടി പരിഗണിക്കുന്നതിലാണോ? ഇത് നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.